Good morning. Today we are going to discuss types of fluid flow. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചത് ഹൈഡ്രോസ്റ്റാറ്റിക്സ് ആയിരുന്നു. ഫ്ലൂയിഡിൻ്റെ റെസ്റ്റിലുള്ള വ്യത്യസ്ത തരം പ്രോപ്പർട്ടീസിനെ കുറിച്ചായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യത്യസ്ത ടൈപ്പിലുള്ള ഫ്ലൂയിഡ് ഫ്ലോയാണ്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന ഹൈഡ്രോളിക്സ് ബ്രാഞ്ചാണ് ഹൈഡ്രോഡൈനാമിക്സ്. Then what is hydrodynamics? It is the branch of science which deals with the motion of an ideal fluid. ഒരു ഐഡിയൽ ഫ്ലൂയിഡിൻ്റെ മോഷനെ പറ്റി അതുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ള പഠനമാണ് സയൻസിൻ്റെ ബ്രാഞ്ചാണ് ഹൈഡ്രോഡൈനാമിക്സ്. We are having mainly 5 types of fluid flow. Those are listed here: uniform and non-uniform flow, steady flow and unsteady flow, laminar and turbulent flow, rotational and irrotational flow, one-dimensional, two-dimensional and three-dimensional flow. So we can look those 5 classification one by one. Uniform and non-uniform flow. Uniform flow. Flow of fluid is said to be uniform when the velocity of flow of fluid does not change both in magnitude and direction from point to point in the fluid for any given instant of time. ഒരു ഫ്ലൂയിഡ് ഫ്ലോ യൂണിഫോം ആണെന്ന് പറയണമെങ്കിൽ ഏത് ടൈമിലും അതിൻ്റെ വെലോസിറ്റി മാഗ്നിറ്റ്യൂഡിലോ ഡയറക്ഷനിലോ ചേഞ്ച് ചെയ്യാൻ പാടില്ല. വെലോസിറ്റി റിമൈൻസ് കോൺസ്റ്റൻറ്റ്. Okay, we can represent uniform flow as mathematically by dv by ds is equal to 0, where dv is change in velocity, where ds is length of flow in directions. Okay, so uniform flow എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിലോ ഡയറക്ഷനിലോ ടൈം മാറുന്നതിനനുസരിച്ച് ചേഞ്ച് ഉണ്ടാവുകയില്ല. യൂണിഫോം ഫ്ലോക്കുള്ള ഒരു എക്സാമ്പിളാണ് ഫ്ലോ ത്രൂ ലോങ് പൈപ്സ് ഓഫ് കോൺസ്റ്റന്റ് ഡയമീറ്റർ അണ്ടർ പ്രഷർ. പ്രഷറിൽ കോൺസ്റ്റന്റ് ഡയമീറ്ററിലുള്ള വലിയ പൈപ്പിലൂടെയുള്ള ഫ്ലോ നമ്മുടെ യൂണിഫോം ഫ്ലോക്കുള്ള എക്സാമ്പിളാണ്. നോൺ യൂണിഫോം ഫ്ലോ. Flow of fluid is said to be non-uniform if the velocity of fluid flow changes from point to point in the fluid at any instant. ഏതൊരു ഇൻസ്റ്റന്റ് ഓഫ് ടൈമിലും വെലോസിറ്റി മാറിക്കൊണ്ടേയിരിക്കുക. ഇത്തരത്തിലുള്ള ഫ്ലോനെ പറയുന്ന പേരാണ് നോൺ യൂണിഫോം ഫ്ലോ. നമുക്ക് മാത്തമാറ്റിക്കലി നോൺ യൂണിഫോം ഫ്ലോനെ dv by ds നോട്ട് ഈക്വൽ ടു 0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. നോൺ യൂണിഫോം ഫ്ലോക്കുള്ള ഒരു എക്സാമ്പിൾ പറയുന്നത് ഫ്ലോ ത്രൂ ലോങ് പൈപ്സ് ഓഫ് വേരിയിങ് ഡയമീറ്റർ അണ്ടർ പ്രഷർ. വലിയ പൈപ്പുകളിലൂടെയുള്ള ഫ്ലോ. അവിടെ പ്രഷർ ഉണ്ടായിരിക്കും. ഡയമീറ്റർ പൈപ്പിൻ്റെ ഓരോ സെക്ഷനിലും വേരി ചെയ്യുകയും ചെയ്യും. സ്റ്റഡി ഫ്ലോ ആൻഡ് അൺസ്റ്റഡി ഫ്ലോ. സ്റ്റഡി ഫ്ലോ. Fluid flow is said to be steady in which fluid characteristics like velocity, pressure, density, etc. at a point do not change with time. ടൈമിനനുസരിച്ചിട്ട് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള വെലോസിറ്റി, പ്രഷർ, ഡെൻസിറ്റി ഇവ ഓരോ പോയിന്റിലും ചേഞ്ച് ചെയ്യാതിരിക്കുക. ഇത്തരത്തിലുള്ള ഫ്ലൂയിഡ് ഫ്ലോയെയാണ് നമ്മൾ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. dv by dt equal to 0, dp by dt equal to 0, d-rho by dt equal to 0. ഇവിടെ x0, y0, z0 എന്ന് പറയുന്നത് ഫ്ലൂയിഡിലെ ഒരു ഫിക്സഡ് പോയിന്റ് ആണ്. സോ ഈ ഒരു ഫിക്സഡ് പോയിന്റിൽ വെലോസിറ്റി, പ്രഷർ, ഡെൻസിറ്റി ഇവ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വേരി ചെയ്യുന്നില്ല എന്നർത്ഥം. എന്തായിരിക്കും അൺസ്റ്റഡി ഫ്ലോയുടെ കേസ്? Fluid flow is said to be unsteady if at any point in the flowing fluid the velocity, pressure or density changes with respect to time. ഫ്ലൂയിഡ് ഫ്ലോയുടെ ഓരോ പോയിന്റിലും ടൈമിനനുസരിച്ച് വെലോസിറ്റി, പ്രഷർ, ഡെൻസിറ്റി ഇവ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഫ്ലോയെ അൺസ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നു. dv by dt നോട്ട് ഈക്വൽ ടു 0, dp by dt നോട്ട് ഈക്വൽ ടു 0.
അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡി റോ ബൈ ഡി ടിയും നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് പറയാം. ഇവിടെ വെലോസിറ്റി, പ്രഷർ, ഡെൻസിറ്റി ഇവ കോൺസ്റ്റന്റ് അല്ലെന്നർത്ഥം. നെക്സ്റ്റ് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഈസ് ലാമിനാർ ഫ്ലോ ആൻഡ് ടർബുലന്റ് ഫ്ലോ. Laminar flow. A flow is said to be laminar when the various fluid particles move in layers with one layer of fluid sliding smoothly within the other like the tubes of a telescope. Laminar flow. എന്താണ് ലാമിനാർ ഫ്ലോ? ഇവിടെ ഫ്ലൂയിഡിലെ ഓരോ പാർട്ടിക്കിൾസും ലെയേഴ്സ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഒരു ടെലസ്കോപ്പിലെ വ്യത്യസ്ത ട്യൂബ്സ് അറേഞ്ച് ചെയ്ത പോലെ ഫ്ലൂയിഡിലെ ഓരോ ഫ്ലൂയിഡ് പാർട്ടിക്കിളും ലെയേഴ്സിൽ മൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഡു നോട്ട് ക്രോസ് വൺ അനദർ. ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് മറ്റൊന്നിനെ ക്രോസ് ചെയ്യുന്നില്ല. ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്ന പാത്ത് ലൈൻസിനെ സ്ട്രീം ലൈൻസ് എന്ന് പറയുന്നു. സ്ട്രീം ലൈൻസ് പാരലൽ ആയിരിക്കും. ലാമിനാർ ഫ്ലോ ഒക്കേഴ്സ് ഇൻ വിസ്കസ് ഫ്ലൂയിഡ്സ്. വിസ്കസ് ഫ്ലൂയിഡ്സിന്റെ കേസിലാണ് ലാമിനാർ ഫ്ലോ ഉണ്ടാകുന്നത്. ലാമിനാർ ഫ്ലോയുടെ കേസിൽ റെയ്നോൾഡ്സ് നമ്പർ 2000 കുറവായിരിക്കും. പൈപ്പ് ഫ്ലോയുടെ കേസിലൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു നമ്പറാണ് റെയ്നോൾഡ്സ് നമ്പർ. സോ ലാമിനാർ ഫ്ലോയുടെ കേസിൽ റെയ്നോൾഡ്സ് നമ്പർ 2000 കുറവായിരിക്കും. ടർബുലന്റ് ഫ്ലോ. ഫ്ലോ ഈസ് സെഡ് ടു ബി ടർബുലന്റ് വെൻ ദി പാത്ത് ലൈൻസ് ഓർ ഇറഗുലർ കർവ്സ് ക്രോസിംഗ് വൺ അനദർ. എന്നാൽ ടർബുലന്റ് ഫ്ലോയുടെ കേസിലോ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ലെയേഴ്സിലല്ല മൂവ് ചെയ്യുന്നത്. ഇവിടെ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിന്റെ പാത്ത് ലൈൻസ് പരസ്പരം ക്രോസ് ചെയ്യപ്പെടുന്നു. ഇവിടെ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് വ്യത്യസ്ത സൈസിലും ഷേപ്പിലുമുള്ള എഡീസിന് കാരണമാകുന്നു. കാരണം അവിടെ ഒരു സിഗ്സാഗ് മൂവ്മെന്റ് ആണ് ഉണ്ടാകുന്നത്. ടർബുലന്റ് ഫ്ലോയിൽ വെലോസിറ്റിയും പ്രഷറും എല്ലാം നിരന്തരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ടൈമിന്റെ ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. ടർബുലന്റ് ഫ്ലോയാണ് ലാമിനാർ ഫ്ലോയേക്കാളും ഫ്രീക്വന്റ് ആയിട്ട് സംഭവിക്കുന്നത്. ടർബുലന്റ് ഫ്ലോക്കുള്ള എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫ്ലോ ഇൻ നാച്ചുറൽ സ്ട്രീംസ്, വാട്ടർ സപ്ലൈ പൈപ്സ്, സ്വീവേഴ്സ്, ആർട്ടിഫിഷ്യൽ കനാൽസ് ഒക്കെ നമുക്ക് പറയാം. ടർബുലന്റ് ഫ്ലോയുടെ കേസിൽ റെയ്നോൾഡ്സ് നമ്പർ 4000 കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ റെയ്നോൾഡ്സ് നമ്പർ 2000 4000 ഇടയിലാകുമ്പോൾ ആ ഫ്ലോ എന്ന് പറയുന്നത് ചിലപ്പോൾ ലാമിനാർ ആകാം, ചിലപ്പോൾ ടർബുലന്റ് ആകാം. ലാമിനാർ ഫ്ലോയുടെയും ടർബുലന്റ് ഫ്ലോയുടെയും ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലാമിനാർ ഫ്ലോയിലെ സ്ട്രീം ലൈൻസ് അല്ലെങ്കിൽ പാത്ത് ലൈൻസ് എന്ന് പറയുന്നത് പാരലൽ ആണ്. ടർബുലന്റ് ഫ്ലോയിൽ പാത്ത് ലൈൻസ് അഥവാ സ്ട്രീം ലൈൻസ് ഇറഗുലർ ആണ്, സിഗ്സാഗ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ടർബുലന്റ് ഫ്ലോയിൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് മറ്റു പാർട്ടിക്കിൾസിന്റെ പാത്തിനെയും ക്രോസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് റൊട്ടേഷണൽ ആൻഡ് ഇറൊട്ടേഷണൽ ഫ്ലോ. റൊട്ടേഷണൽ ഫ്ലോ. The flow is said to be rotational in which fluid particles which flowing along streamlines rotate about their own axis. റൊട്ടേഷണൽ ഫ്ലോയുടെ കേസിൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് അവരുടെ ആക്സിസിനെ ആനുപാതികമായിട്ട് റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. റൊട്ടേഷണൽ ഫ്ലോയുടെ കേസിൽ പാർട്ടിക്കിൾസിന്റെ വെലോസിറ്റി സെന്റർ ഓഫ് റൊട്ടേഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ഇറൊട്ടേഷണൽ ഫ്ലോ. Flow is said to be irrotational if the fluid particles moving in the direction of flow do not rotate about their own axis. ഇറൊട്ടേഷണൽ ഫ്ലോയുടെ കേസിൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് അവരുടെ ആക്സിസിന് അനുപാതികമായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നില്ല. ലാസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് 1-dimensional, 2-dimensional and 3-dimensional flow. 1-dimensional flow. Type of flow in which flow parameters such as velocity is a function of time and one space coordinate, say x. 1-dimensional ഫ്ലോയിൽ നമ്മുടെ ഫ്ലോ പാരാമീറ്റർ വെലോസിറ്റി എന്ന് പറയുന്നത് ടൈമിൻ്റെയും അതുപോലെ ഒരു സ്പേസ് കോർഡിനേറ്റ് ആയിട്ടുള്ള എക്സിൻ്റെയും ഫംഗ്ഷൻ ആയിരിക്കും. നമുക്കൊരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ എക്സ് കോർഡിനേറ്റ് ഉണ്ട്, വൈ കോർഡിനേറ്റ് ഉണ്ട്, സെഡ് കോർഡിനേറ്റ് ഉണ്ട്. സ്പേസിലെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ സോ 1-dimensional ഫ്ലോയുടെ കേസിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ടൈമിൻ്റെയും അതുപോലെ സ്പേസ് കോർഡിനേറ്റ് എക്സിൻ്റെയും ഫംഗ്ഷൻ ആയിരിക്കും. മറ്റ് രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ് ഇല്ലേ, ഇവിടെ എക്സ് ആണ് എടുത്തിട്ടുള്ളത്. സോ വൈ ഡയറക്ഷനും ഉണ്ടായിരിക്കും, സെഡ് ഡയറക്ഷനും ഉണ്ടായിരിക്കും.
സോ ഈ രണ്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷൻസിലുള്ള വെലോസിറ്റിയുടെ വേരിയേഷൻ നെഗ്ലിജിബിൾ ആയിട്ടാണ് എടുക്കുന്നത്. സോ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? u ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, v ഈസ് ഈക്വൽ ടു 0, w ഈസ് ഈക്വൽ ടു 0. എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി v 0 ആണ്. z ഡയറക്ഷനിലുള്ള വെലോസിറ്റി w 0 ആണ്. എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി ആണ് u, അതിന് വാല്യൂ ഉണ്ടായിരിക്കും. യു വി ഡബ്ല്യു എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് ഡയറക്ഷൻസിലുള്ള വെലോസിറ്റി കമ്പോണൻസ് ആണ്. 2 dimensional flow, type of flow in which velocity is a function of time and 2 space coordinate x and y. Velocity variation in third direction is negligible. 2 dimensional flowയുടെ കേസിൽ നമ്മുടെ ഫ്ലോ പാരാമീറ്റർ ആയിട്ടുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ടൈമിൻ്റെയും അതുപോലെ സ്പേസ് കോർഡിനേറ്റ് ആയിട്ടുള്ള എക്സിൻ്റെയും വൈയുടെയും ഫംഗ്ഷൻ ആയിരിക്കും. സോ തേർഡ് ഡയറക്ഷൻ സെഡ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി വേരിയേഷൻ നെഗ്ലിജിബിൾ ആയിട്ടാണ് എടുക്കുന്നത്. സോ യു ഈസ് ഈക്വൽ ടു f1 ഓഫ് എക്സ് വൈ എന്നെഴുതാം. അതുപോലെ v ഈസ് ഈക്വൽ ടു f2 ഓഫ് എക്സ് വൈ എന്നെഴുതാം. സെഡ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി വേരിയേഷൻ നെഗ്ലിജിബിൾ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. സോ w ഈക്വൽ ടു 0 ആയിരിക്കും. എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി u എക്സിൻ്റെയും വൈയുടെയും ഫംഗ്ഷൻ ആയിരിക്കും. വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റ് v എക്സിൻ്റെയും വൈൻ്റെയും ഫംഗ്ഷൻ ആയിരിക്കും. 3 dimensional flow, type of flow in which velocity is a function of time and 3 space coordinates. 3 dimensional flowയുടെ കേസിൽ വെലോസിറ്റി ടൈമിൻ്റെയും അതുപോലെ 3 സ്പേസ് കോർഡിനേറ്റ് ആയിട്ടുള്ള എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും ഫംഗ്ഷൻ ആയിരിക്കും. സോ എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റ് യു എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? f1 ഓഫ് എക്സ് വൈ ഇസെറ്റ്. വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റ് വി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? v ഈസ് ഈക്വൽ ടു f2 ഓഫ് എക്സ് വൈ ഇസെറ്റ്. അതുപോലെ സെഡ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റ് w എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? w ഈസ് ഈക്വൽ ടു f3 ഓഫ് എക്സ് വൈ ഇസെറ്റ്. സോ ഐ തിങ്ക് യു ആർ ഓൾ cleared with 5 type of flow. So if you like the video, please share and subscribe my channel Vidya Focus 2020. Okay, thank you.